അവസാനിക്കേണ്ടത് ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ അഹങ്കാരമാണ് പശ്ചിമേഷ്യയുടെ ശാപം പോലും. അവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിന്റെയും കാരണക്കാരൻ ഈ ജൂതരാഷ്ട്രം തന്നെയാണ്. ഇവരുടെ അഹങ്കാരം വെച്ചു പൊറുപ്പിക്കാനാകില്ല. അതിന് ഇറാൻ തന്നെ രംഗത്തിറങ്ങണം. ഇസ്രായേലിന് ഇതുവരെ കിട്ടിയതൊന്നും പോരാ, വീണ്ടും യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുകയാണ് അവർ. അമേരിക്കയ്ക്ക് പോലും യുദ്ധം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റാത്തവരാണ് ഇറാൻ എന്ന കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും ഇവർക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. ലോകസമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി ഇസ്രായേൽ എന്ന അധിനിവേശ ശക്തി മാറിക്കഴിഞ്ഞു എന്നതാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വന്തം സഖ്യകക്ഷിയായ അമേരിക്ക പോലും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും വീണ്ടും ചോരപ്പുഴ ഒഴുക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഇസ്രായേലിന്റെ അഹങ്കാരം ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗാസയെ ശ്മശാനമാക്കിയതും ലബനിലും സിറിയയിലും ബോംബുകൾ വർഷിച്ചും അവർ നടത്തിയ ക്രൂരതകൾക്ക് അറുതിയില്ല എന്ന കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഇറാനുമായിട്ടുണ്ടായ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിടുന്ന ഇസ്രായേൽ ഭരണകൂടം സമാധാനത്തിന്റെ എല്ലാ വാതിലുകളും കൊട്ടിയടക്കുക കൂടിയാണ് ചെയ്യുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും യുദ്ധം മാത്രം ആഗ്രഹിക്കുന്ന പൈശാചികമായ ചിന്താഗതിയുള്ള ഈ ശക്തിയെ നിലയ്ക്കു നിർത്താതെ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരില്ല. ലോകത്തെ മറ്റൊരു മഹാവിനാശത്തിലേക്ക് തള്ളിവിടുന്ന ഈ രാക്ഷസീയ നിലപാടിനെതിരെ മാനവികത ഒന്നടങ്കം പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയുടെ യഥാർത്ഥ ശത്രു ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം തന്നെയാണ്. ഇങ്ങനെയാണോ നിങ്ങൾക്കും തോന്നുന്നത്? നിങ്ങളുടെ തോന്നൽ എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പശ്ചിമേഷ്യയെ വീണ്ടും ഒരു മഹാവിനാശത്തിലേക്ക് തള്ളിവിടാൻ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനകൾ നമുക്ക് അറിയാവുന്നതാണ്. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാനും അവിടെ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാവ സർക്കാരിനെ പ്രതിഷ്ഠിക്കാനും ലക്ഷ്യമിട്ടുള്ള സൈനിക നീക്കങ്ങൾക്കാണ് ഇസ്രായേൽ ഇപ്പോൾ കോപ്പ് കൂട്ടുന്നത്. ലോക ജനത ഒന്നടങ്കം സമാധാനത്തിനായി നിലവിളിക്കുമ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പച്ചക്കൊടിക്കായി കാത്തിരിക്കുന്ന ഇസ്രായേൽ ഭരണകൂടം യുദ്ധക്കൊതിയുടെ അങ്ങേയറ്റത്താണ് ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. വെടിനിർത്തൽ ചർച്ചകളെ വെറും പ്രഹസനമാക്കി മാറ്റിക്കൊണ്ട് ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന ഇസ്രായേലിന്റെ നിലപാട് ആഗോള സമാധാനത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇറാൻ ഭരണകൂടത്തെ തകർക്കുക എന്ന തങ്ങളുടെ രഹസ്യ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി മേഖലയിൽ കൂടുതൽ ചോരപ്പുഴ ഒഴുക്കാനാണ് അവർ തയ്യാറെടുക്കുന്നത്. ഇതിനായി അമേരിക്ക നൽകുന്ന അളവറ്റ ആയുധബലവും രാഷ്ട്രീയ പിന്തുണയുമാണ് ഇസ്രായേലിന്റെ അഹങ്കാരത്തിന്റെ ആധാരമെന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ചർച്ചകളിലൂടെ പരിഹരിക്കാവുന്ന വിഷയങ്ങളെ പോലും യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ച് പശ്ചിമേഷ്യ ചുട്ടുചാമ്പലാക്കാനാണ് ഈ സാമ്രാജ്യത്വ ശക്തികൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. സമാധാനം എന്നത് ഇവരുടെ നിഘണ്ടുവിൽ ഇല്ലാത്ത വാക്കായി മാറിയിരിക്കുന്നു. ഇസ്രായേലിന്റെ ഈ കടന്നാക്രമണ മോഹങ്ങൾക്കും അതിന് കുടപിടിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിനും ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ മറ്റൊരു യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഈ ഭീകരമായ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം ഉയരേണ്ട സമയമാണ് ഇവിടെ അതിക്രമിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യ മഹാവിനാശത്തെ തള്ളിവിടുന്ന അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിന്റെ ഭീകരമായ നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാനും അവിടെ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാവ സർക്കാരിനെ പ്രതിഷ്ഠിക്കാനുമുള്ള ഗൂഢാലോചന തന്നെയാണ് ഈ രണ്ടു രാജ്യങ്ങളും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പ്രത്യേകമായിട്ട് പറയേണ്ടത് ഇസ്രായേലിന് തന്നെയാണ്. ഇതിനായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ പരസ്യമായി രംഗത്ത് വന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന ഒരു നീക്കം തന്നെയായിരുന്നു. ഒരു വശത്ത് വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴും മറുവശത്ത് ഇസ്രായേൽ കൂടുതൽ ആക്രമണത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. തെഹ്റാനിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടതിനെ തുടർന്ന് ഇറാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം സജീവമാക്കിയത് മേഖലയിലെ അതീവ ജാഗ്രത തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സമാധാന ചർച്ചകളെ ഇസ്രായേൽ അട്ടിമറിക്കുകയാണെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അമേരിക്ക തങ്ങളുടെ വിമാനവാഹിനി കപ്പലുകൾ പശ്ചിമേഷ്യൻ തീരത്തേക്ക് അയക്കുന്നത് സമാധാനത്തിന് വേണ്ടിയൊന്നുമല്ല, മറിച്ച് ഇറാനെ സാമ്പത്തികമായും സൈനികമായും തകർക്കാനുള്ള നീക്കം തന്നെയാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണവുമായിട്ടുണ്ട്. സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും വിപണിയിലെ ഈ അസ്ഥിരതയുടെ തെളിവ് തന്നെയാണ്. തങ്ങളുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കായി സമാധാനത്തെ ബലി കൊടുക്കുന്ന അമേരിക്കൻ നിലപാടിന് തിരിച്ചടിയായി ബ്രിക്സ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സഖ്യം കരുത്താർജിക്കുന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അഹങ്കാരത്തിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മറുപടിയാണ്. ആധിപത്യം ഉറപ്പിക്കാൻ നിങ്ങൾ നടത്തുന്ന ഈ ചോരക്കളിക്ക് വരും കാലം സാക്ഷിയാകും. ലോകത്തിന്റെ സമാധാനവും സ്ഥിരതയും തകർക്കുന്ന ഈ സാമ്രാജ്യത്വ ശക്തികൾക്കുള്ള ശിക്ഷാവിധി കാത്തുവെച്ചിട്ടുണ്ട് കാലം.
ഇസ്രായേലിലേക്ക് വരികയാണെങ്കിൽ ഈ രാജ്യം അതിന്റെ രൂപീകരണം മുതൽ പിന്തുടരുന്ന യുദ്ധക്കൊതിയും അധിനിവേശ താല്പര്യങ്ങളും ഇന്ന് പശ്ചിമേഷ്യയെ ഒരു മഹാവിനാശത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് വിലയിരുത്താവുന്നതാണ്. സമാധാന ചർച്ചകളെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും പുച്ഛിച്ചു തള്ളുന്ന ഇസ്രായേൽ ഭരണകൂടം ലോകത്തിന് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയായിട്ട് തുടരുന്നു. ഒരു വശത്ത് വെടിനിർത്തൽ നാടകങ്ങൾ അരങ്ങേറുമ്പോഴും മറുവശത്ത് ലബനനിലും ഇറാനിലും ചോരപ്പുഴ ഒഴുക്കാനാണ് ബെഞ്ചമിൻ നെതന്യാഹുവും കൂട്ടരും പദ്ധതിയിടുന്നത്. അത് എത്തി നിൽക്കുന്നത് ഇറാനിലാണെന്ന് മാത്രം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അതായത് ICC യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിച്ച ഒരാൾ ഇപ്പോഴും ഇസ്രായേലിന്റെ തലപ്പത്തിരുന്ന് ലോകത്തെ വിരട്ടുന്നു എന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളി തന്നെയാണ്. ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും നിഷ്കളങ്കരായ മനുഷ്യരെ കൊന്നൊടുക്കിയതിന് മറുപടി പറയേണ്ട നെതന്യാഹു പുതിയ യുദ്ധമുഖങ്ങൾ തുറന്ന് തന്റെ അധികാരം നിലനിർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2026 ഏപ്രിലിൽ നടന്ന ഓപ്പറേഷൻ ഇറ്റേണസ് ഡാർക്ക്നെസ് പോലുള്ള അക്രമങ്ങൾ ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. സമാധാന ഉടമ്പടികൾ നിലനിൽക്കെ തന്നെ ലബനനിൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ ഇസ്രായേലിന്റെ വാക്കിന് ഒരു വിലയുമില്ലെന്ന് വീണ്ടും തെളിയിക്കുകയും ചെയ്തു. വീണ്ടും പറയേണ്ടത് അമേരിക്ക നൽകുന്ന അന്ധമായ പിന്തുണയും ആയുധബലവുമാണ് ഇസ്രായേലിന്റെ ഈ അഹങ്കാരത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ചാലക ശക്തി എന്നതാണ്. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാനും മേഖലയിൽ അസ്ഥിരത വിതയ്ക്കാനും നടത്തുന്ന നീക്കങ്ങൾ ആഗോളതലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കൊന്നൊടുക്കുന്ന ഇസ്രായേലിന്റെ നയം മാനവികതയ്ക്ക് ഏറ്റവും വലിയ കളങ്കമാണ്. യുദ്ധ കുറ്റവാളികൾ സംരക്ഷിക്കപ്പെടുകയും നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഈ അവസ്ഥയ്ക്ക് അറുതി വരുത്താൻ ലോകരാഷ്ട്രങ്ങൾ ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി നടിക്കുന്നവരുടെ മുഖംമൂടി ഇന്ന് ലോകത്തിന് മുന്നിൽ അഴിഞ്ഞു വീണിരിക്കുന്നു. എന്തായാലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് പശ്ചിമേഷ്യയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ തടസ്സം ഇറാനാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. തങ്ങളുടെ ആധിപത്യം ചോദ്യം ചെയ്യാൻ മേഖലയിൽ ഒരു ശക്തിയും ഉണ്ടാകരുത് എന്ന വാശിയാണ് ഇറാനെതിരെയുള്ള നീക്കങ്ങൾക്ക് പിന്നിലെ പ്രധാനപ്പെട്ട കാരണമെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ദശകങ്ങളായി ഇസ്രായേൽ നടത്തുന്ന അധിനിവേശങ്ങളെയും അമേരിക്കയുടെ കടന്നുകയറ്റങ്ങളെയും സധൈര്യം എതിർക്കുന്ന ഏക രാജ്യം ഇറാൻ തന്നെയാണ്. ഫലസ്തീൻ ജനതയുടെ പോരാട്ടങ്ങൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയാണ് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ച ഘടകം. മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കിയും പ്രലോഭിപ്പിച്ചും തങ്ങളുടെ വരുതിയിലാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെങ്കിലും ഇറാൻ എന്നും ഒരു കീറാമുട്ടിയായി തുടരുകയാണ്. ഇങ്ങനെയുള്ള ഒരു ഇറാൻ സാമ്പത്തികമായും സൈനികമായും കരുത്താർജിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു എന്നാരോപിച്ച് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതും ആ രാജ്യത്തെ സാമ്പത്തികമായി തകർക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതുമൊക്കെ. വാസ്തവത്തിൽ സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ശ്രമങ്ങളെ പോലും ഭീകരവാദമെന്ന് മുദ്രകുത്തി ലോകത്തിനു മുന്നിൽ മോശമായി ചിത്രീകരിക്കാൻ തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളും അതുപോലെ ഇസ്രായേലും ശ്രമിക്കുന്നതും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. പശ്ചിമേഷ്യയെ ഒരു കോളനിയായി നിലനിർത്താനും അവിടുത്തെ വിഭവങ്ങൾ കൊള്ളയടിക്കാനും ആഗ്രഹിക്കുന്ന അമേരിക്കയ്ക്ക് ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി സഹിക്കാവുന്നതിലും എത്രയോ അപ്പുറത്താണ്. തങ്ങളെ ചോദ്യം ചെയ്യുന്നവരെ അടിച്ചമർത്തുക എന്ന സാമ്രാജ്യത്വ നയത്തിന്റെ ഭാഗമാണ് ഇറാനെതിരെയുള്ള ഓരോ നീക്കവും. ഇതിനെതിരെ ഇറാൻ നടത്തുന്ന പ്രതിരോധം സത്യത്തിൽ അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള ഒരു ജനതയുടെ തന്നെ പോരാട്ടമാണ്. പശ്ചിമേഷ്യയെ ഒരു മഹാവിനാശത്തിന്റെ മുനയിൽ നിർത്തിക്കൊണ്ട് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന അധികാരക്കളി ഇന്ന് ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് എന്ന് നിസ്സംശയം പറയാം. ഗാസയിലും ലബനനിലും സിറിയയിലും ചോരപ്പുഴ ഒഴുക്കിയിട്ടും മതിയാകാത്ത ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ ഇറാനിൽ ഭരണകൂട അട്ടിമറി ലക്ഷ്യമിട്ട് പുതിയ യുദ്ധമുഖം തുറക്കാൻ കോപ്പുകൂട്ടുന്നു. സമാധാനത്തിനായുള്ള ലോകത്തിന്റെ മുറവിളികളെ പുച്ഛിച്ചു തള്ളുന്ന ഇസ്രായേലിന്റെ ഈ നിലപാട് മേഖലയെ ചുട്ടുചാമ്പലാക്കാൻ മാത്രമാണ് ഉപകരിക്കുന്നത്. യുദ്ധ കുറ്റവാളിയായ നെതന്യാഹുവും കൂട്ടരും ഒരു വശത്ത് സമാധാന നാടകങ്ങൾ ആടുമ്പോഴും മറുവശത്ത് അത്യാധുനിക ആയുധങ്ങളുമായി ആക്രമണത്തിന് സജ്ജമാകുന്നു. അമേരിക്ക ഒരു വശത്ത് വെടിനിർത്തലിനായി സംസാരിക്കുകയും മറുവശത്ത് ഇസ്രായേലിന് ആയുധങ്ങൾ എത്തിച്ചു നൽകുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ഇവിടെയും പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇറാൻ ഉള്ളത്. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കി അമേരിക്കൻ ഇസ്രായേൽ അച്ചുതണ്ടിനെ നേരിടാൻ ഇറാൻ തയ്യാറെടുക്കുമ്പോൾ വരാനിരിക്കുന്നത് വലിയൊരു പോരാട്ടത്തിന്റെ നാളുകളാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. എന്തായാലും ഈ സാമ്രാജ്യത്വ ശക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള സാധാരണക്കാരുടെ ജീവിതമാണ് ദുസ്സഹമാകുന്നത്. എണ്ണവില കുതിച്ചുയരുന്നതും ആഗോള വിപണിയിലെ അസ്ഥിരതയും ഈ യുദ്ധക്കൊതിയുടെ ഫലം തന്നെയാണ്. മേഖലയിൽ സമാധാനം പുലരാൻ അധിനിവേശ ശക്തികളുടെ ഈ തോന്നിവാസങ്ങൾ അവസാനിച്ചേ മതിയാകൂ എന്ന കാര്യം കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്.